നമസ്കാരം. കേരളത്തിൽ BJP പ്രതിപക്ഷത്തിരിക്കുന്ന ചുരുക്കം ചില പഞ്ചായത്തുകളിലൊന്നാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടകര പഞ്ചായത്ത്. ഈ കൊടകര പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറായിട്ടുള്ള പ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷമായിട്ട് നിരന്തരമായിട്ട് എല്ലാ ഓണത്തിനും അദ്ദേഹത്തിന്റെ വാർഡിലുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഓണക്കോടി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോ പ്രജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രജിത്ത് ഭായി നമസ്കാരം. 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 ഇപ്പോ കഴിഞ്ഞൊരു ഏകദേശം ഒരു 10 വർഷമായിട്ട് താങ്കളുടെ വാർഡ് മെമ്പറാണ്. എല്ലാ വർഷവും ഓണത്തിന് ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രചോദനമായത്? എന്താണ് പ്രചോദനം? ഇപ്പൊ ഞാൻ കഴിഞ്ഞ 10 വർഷം മുമ്പാണ് ജനപ്രതിയായത്. കൊടകര പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് ഞാൻ ആദ്യമായിട്ട് ജനപ്രതിയായത്. അന്ന് മുതൽ നമുക്കറിയാലോ, നമ്മൾ ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപെടുന്ന സമയത്ത് മുതിർന്നവരെ, പ്രായമായിട്ടുള്ള ആളുകളെ അവരൊക്കെ പലതരത്തിലും അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുള്ള ആളുകളാണ്. അപ്പോൾ വയസ്സായിട്ടുള്ള ആ ഒരു അവസരത്തിൽ അവർക്കൊരു ആദരവ് കൊടുക്കാൻ എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയിലാണ് വാർഡിലെ 75 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നമുക്കൊരു പ്രായപരിധി വെച്ചുകൊണ്ട് 75 വയസ്സ് കഴിഞ്ഞ് മുഴുവൻ ആളുകളും, അതിൽ ജാതിയോ മതമോ സാമ്പത്തികമോ ഒന്നും നോക്കാതെ വാർഡിൽ 75 വയസ്സ് കഴിഞ്ഞ് എത്ര പേരുണ്ടോ അത്രയും ആളുകൾക്ക് ഓണക്കോടി കൊടുത്തു വരികയാണ്. കാരണം അതിപ്പോൾ 11ാം വാർഡിലായിരുന്നപ്പോഴും ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് 12ാം വാർഡിലാണ്, കൊടകര പഞ്ചായത്തിൽ. ഇപ്പോൾ ആ വാർഡിലും ഇപ്പോൾ 5 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 10 വർഷമായിട്ട് എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ 10 വർഷമായിട്ട് ജനപ്രതിയായി ഇരിക്കുകയാണ്. ആ 10 വർഷവും മുടങ്ങാതെ വാർഡിലെ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഓണക്കോടി കൊടുക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വലിയൊരു സന്തോഷം. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കൊടകര താങ്കളൊരു വാർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇങ്ങനെയുള്ളൊരു കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് താങ്കൾ ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ ഒരു രാഷ്ട്രീയക്കാരും തന്നെ അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഈ അമ്മമാരും അച്ഛന്മാരൊക്കെ എന്താണ് പറയുന്നത്? എന്താണ് അവരൊരു സന്തോഷം എങ്ങനെയാണ്? അവർക്ക് വളരെയധികം സന്തോഷമാണ്. ഇപ്പോൾ നമുക്കിത് ഒരു സാമ്പത്തികമുള്ളവരായാലും സാമ്പത്തികം ഇല്ലാത്തവരായാലും, ചിലപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ഓണക്കോടിയൊക്കെ കിട്ടാത്തൊരു സമയം. അപ്പൊ നമ്മളത് പ്രത്യേകിച്ച് തിരുവോണ നാളിലാണ്, ആ ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമ്മളത് കൊടുത്തു തീർക്കാറ്. അപ്പൊ അത് എന്താ പറയാ, നമുക്കൊക്കെ അത് അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തൃപ്തി. ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ഇപ്പൊ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ എത്തി നിൽക്കാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ താങ്കൾക്ക് ഇനി താങ്കളുടെ വാർഡിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവരണ സീറ്റോ അതിൽ മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അതിനെപ്പറ്റി സത്യത്തിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള തീരുമാനമായിട്ടില്ല. പാർട്ടിയാണ് അതിനെപ്പറ്റി തീരുമാനിക്കേണ്ടത്. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോ ഈ കൊടകര പഞ്ചായത്തിൽ ഇത്തവണ എങ്ങനെയാണ് ഒരു BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ LDF തന്നെ അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണോ? BJPയുടെ സാധ്യത വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പഞ്ചായത്താണ് കൊടകര. കാരണം നമുക്കറിയാം, ഇപ്പോൾ 10 വർഷമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട്, അതിനു മുമ്പും CPM ഭരിച്ചിരുന്നു, ഇപ്പോൾ 10 വർഷമായിട്ട് CPM ആണ് ഭരിക്കുന്നത്. പക്ഷേ അവിടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പുതിയൊരു പദ്ധതി, ഒരു 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള പദ്ധതികളൊന്നും തന്നെ അവിടെ രൂപീകരിക്കുവാനും നടപ്പിലാക്കാനും സാധിച്ചിട്ടില്ല. അതോടൊപ്പം ഇവിടെ നടപ്പിലാക്കി എന്ന് പറയുന്ന പല പദ്ധതികളും ഇന്ന് അത് നാമാവിശേഷമായി, ഉദാഹരണത്തിന് എടുത്ത് നോക്കിയെങ്കിൽ ഈ ടോയ്ലറ്റ് അടക്കമുള്ള, അതുപോലെ മാർക്കറ്റ് അടക്കമുള്ള പല മേഖലകളിലും ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു പുതിയ റോഡുകളുടെ ശോചനീയ അവസ്ഥ. പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലും എടുക്കാൻ പറ്റാത്ത ഒരു ഗതികേടിലാണ് കൊടകര. പക്ഷെ നമുക്കറിയാലോ, CPMകാരുടെ വലിയൊരു പ്രചരണം, വ്യാജ പ്രചരണത്തിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വികസനം പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മെയിൻ്റനൻസ് ഗ്രാൻറ്റും അതുപോലെയുള്ള തൊഴിലുറപ്പിന്റെ ഫണ്ടുകളൊക്കെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇവിടെ അങ്ങനെ നോക്കുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള യാതൊരു തനത് പദ്ധതികളോ പുതിയൊരു പദ്ധതികളോ, ഇപ്പൊ കാലങ്ങളായിട്ട് ആട്, കോഴി, പശു എന്നതിൽ കവിഞ്ഞുകൊണ്ട് സാധാരണക്കാരന്റെ കാലഘട്ടം മാറി അതിനനുസരിച്ചുള്ള ഒരു പദ്ധതികൾ രൂപീകരിക്കാനോ നടപ്പിലാക്കുവാനോ സാധിച്ചിട്ടില്ല. ഇപ്പൊ കൊടകര പഞ്ചായത്ത് ഇന്ന് അനുഭവിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണ് നിങ്ങളൊരു കാഴ്ചപ്പാടിൽ? 10 വർഷമായിട്ട് കൗൺസിൽ മെമ്പറാണല്ലോ, അപ്പൊ താങ്കൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പ്രധാനമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ കൊടകരേനെ എന്നല്ല, കേരളത്തിലെ ഒട്ടുമിക്കാറും പഞ്ചായത്തുകളിൽ നമുക്ക് ന്യൂ റോഡുകൾക്കുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചു.
അതിന്റെ ഭാഗമായിട്ട് പുതിയ റോഡ് നിർമ്മാണങ്ങൾ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായി വരുന്ന സമയത്ത് വാർഡിലെ ജനങ്ങളോട് ഓരോ റോഡുകളും നമ്മൾ നിർമ്മിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ വോട്ട് ചോദിച്ചു വരുന്നത്. പക്ഷെ ആ റോഡുകൾ നമുക്ക് പരമാവധി കൊടുക്കാൻ സാധിച്ചില്ല. കാരണം സംസ്ഥാന സർക്കാർ ആ ഫണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ടും കൊടകരയെ സംബന്ധിച്ചിടത്തോളം കൊടകരയിൽ ഓൺ ഫണ്ട് കുറവായതുകൊണ്ടും നമുക്ക് പുതിയ റോഡുകൾ നിർമ്മാണം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മെയിൻ്റനൻസ് ഗ്രാന്റ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ റോഡ് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൊടകരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മൾ ഇവിടെ ഇലക്ഷൻ എടുക്കുമ്പോൾ കേൾക്കുന്നതാണ് കൊടകര മാർക്കറ്റ് നവീകരണം. ഇത്രയും കാലമായിട്ടും ആ മാർക്കറ്റിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുവാനോ നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ് തുറന്നു കൊടുക്കുവാനോ ഇവിടുത്തെ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. ഇവരുടെ MLA ഉണ്ടായിരുന്നു, ഇവരുടെ MP ഉണ്ടായിരുന്നു, ഇവരുടെ മന്ത്രിമാരുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ആധുനികമായിട്ടുള്ള ഒരു മാർക്കറ്റ് എന്നുള്ള സ്വപ്നം ഇപ്പോഴും കൊടകരക്കാർക്ക് ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടകരയിൽ വലിയ കൊട്ടിയാഘോഷിച്ച് കൊണ്ടുവച്ച ഈ ടോയ്ലറ്റുകൾ ഇന്ന് നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ LDF-ഉം UDF-ഉം വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി ഒരു ബസ് പോലും കയറാൻ പറ്റാത്ത ഒരു ബസ് സ്റ്റാൻഡ് അത് കേരളത്തിലുണ്ടെങ്കിൽ അത് കൊടകര ബസ് സ്റ്റാൻഡാണ്. അപ്പൊ അതിൽ പൊതുവായിട്ട് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥയിൽ കൂടിയാണ് കൊടകര പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ അവസ്ഥകളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇപ്പോ ഈ പരമ്പരാഗതമായിട്ട് CPM-ഉം കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ള പഞ്ചായത്തുകളാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലങ്ങളും. ഇപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ പോലും കഴിഞ്ഞൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP ഏകദേശം 34 പഞ്ചായത്തുകളാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത്. ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിനോട് ചേർന്ന് തൊട്ട് കിടക്കുന്ന ഇപ്പോ മറ്റത്തൂർ പോലെ ഉള്ള ഒരു പഞ്ചായത്തിനോട് ചേർന്ന് എടുക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ കൊടകര. അപ്പോ അതിന്റെ ഒരു എന്തെങ്കിലും ഒരു എഫക്ട് സ്വാഭാവികമായിട്ട് BJPക്ക് അനുകൂലമാകുന്ന ഒരു തരംഗം ഈ പറയുന്ന കൊടകര പഞ്ചായത്തിലുണ്ടോ നിലവിലെ സാഹചര്യം? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന അതുപോലെ പഴയ കൊടകര മണ്ഡലത്തിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് കൊടകരയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കാലങ്ങളായിട്ട് വളരെ ശക്തിയായിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഒരു 20 വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 110% വർധനമാണ് BJPക്ക് അവിടെ ഈ കൊടകര പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ഇടതുപക്ഷത്തെയും UDF-നെയും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 4 ടേമുകളിൽ BJP പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പടിപടിയായി ഉയർന്ന് 110% വളർച്ചയാണ് വോട്ടിംഗ് ശതമാനത്തിൽ BJPക്ക് അവിടെ കൈവരിക്കാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ സമയം ഇപ്പൊ 4 മെമ്പർമാരോട് കൂടി അവിടെ പ്രതിപക്ഷമായത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് 3 മെമ്പർമാരോടുകൂടി 3-ാം സ്ഥാനത്തേക്ക് പോയി. BJPയെ സംബന്ധിച്ചിടത്തോളം 4 സ്ഥലത്ത് വിജയിക്കുകയും 6 സ്ഥലത്ത് 2-ാം സ്ഥാനത്തുള്ള ഒരു 10 വാർഡ് BJPയുടെ കൈപ്പിടിയിലേക്ക് വരാനുള്ള ഏറ്റവും സാഹചര്യം. ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ തൃശ്ശൂരിന്റെ ഒരു സാഹചര്യം കൂടി നിലവിൽ തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്ത് എന്നുള്ളതും BJPയുടെ കൊടകരത്തെ സംഘടനാ സംവിധാനം കൂടി ചേർന്ന് കഴിയുമ്പോൾ കൊടകരയിൽ വലിയൊരു മാറ്റം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് അവസാനത്തെ ഒരു ചോദ്യം, ഈ CPM-ന്റെ നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ജനങ്ങളിടയിൽ എന്താണ് ഇപ്പോൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം? വികസനം പറയാൻ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം അവരുടെ വികസന മുന്നേറ്റ യാത്രയുണ്ടായി. ആ വികസന മുന്നേറ്റ യാത്രയില് BJPയുടെ നേതാക്കളെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നതിൽ കവിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൊടകര മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, കൊടകര ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, ഈ ടോയ്ലറ്റിന്റെ പ്രവർത്തനങ്ങൾ എവിടെ നിൽക്കുന്നു, കഴിഞ്ഞ 10 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾ എവിടെ, പുതിയ പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണ്, കൃഷി പോലുള്ള കുടിവെള്ള മേഖലയിൽ അതുപോലുള്ള ജലസേചന മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള വികസനങ്ങൾ, അതൊന്നും പറയാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാരന് സാധിച്ചില്ല. മറിച്ച് ഇവിടെ ഏതോ ഒരു പിണറായി വിജയൻ, ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടകര കുഴപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള കരച്ചിലല്ലാതെ കൊടകരയിലെ വികസനത്തെ പറ്റി വികസന മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞ യാത്രയിൽ പോലും വികസനത്തെ പറ്റി പറയാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്റെയും BJPക്കാരനെയും വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു തരം താഴ്ന്നിട്ടുള്ള ഒരു നിലപാടിലാണ് ഇവിടുത്തെ CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ഈ ഒരു സമയത്ത്. താങ്ക് യു. കൊടകര പഞ്ചായത്തിന്റെ 12-ാം വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് പ്രജിത്ത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ തിരുവോണ നാളിൽ അമ്മമാർക്കും മുതിർന്നവർക്കും ഒരു
പുടവ കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഈ വാർഡിൽ ഓണാഘോഷം ഗംഭീരമാക്കി കൊണ്ടുപോകുന്നത്. എങ്ങനെയാണെങ്കിലും വരും നാളുകളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.